അത്രയും ഒരു ആഗ്രഹത്തോടെ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പറേഷൻസ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും കിട്ടും എന്നുള്ളത്. അതിൽ നമുക്ക് ഒരിക്കലും ഒരു മുന്നത്തെ ചോദ്യ പേപ്പർ നോക്കി പോയ ഒരാൾക്കോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അതൊന്നും നടക്കുന്ന പേപ്പർ ആയിരുന്നില്ല. അപ്പൊ നമ്മുടെ ഇനിയുള്ള കുട്ടികളോട് പറയാനുള്ളത് അത് തന്നെയാണ്, കൃത്യമായി ലക്ഷ്യം വെച്ച് നിശ്ചിത സിലബസ് വെച്ച് ഡെയിലി അല്ലെങ്കിൽ നമുക്കും ഏതെങ്കിലും ഒരു ഇപ്പൊ ഞാൻ എന്റെ ഒരു ഇത് പറഞ്ഞതിനനുസരിച്ച് വേറൊരാൾക്ക് വേറൊരു രീതിയിലാണ് ടൈം ടേബിൾ ഇട്ട് പഠിക്കാൻ തോന്നിയെങ്കിൽ ആ രീതിയിൽ പഠിക്കാം. ഇന്ന് നമ്മളോടൊപ്പം PSC സിവിൽ എഞ്ചിനീയറിംഗിലെ വിജയകഥ പറയാനായിട്ട് എത്തിയിട്ടുള്ളത് ആള് ഒരു പ്രത്യേകതയുണ്ട്. വേറെ ഒന്നുമല്ല, ആള് വിൻസെന്ററിലെ ഒരാൾ തന്നെയാണ്, കീർത്തി നമ്മുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു, നല്ല സ്റ്റുഡൻറ്റുകളിൽ ഒരാളായിരുന്നു. അതിനുശേഷം ഒരുപാട് ഉദ്യോഗാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നതിനായി സ്റ്റുഡൻറ് കൗൺസിലർ എന്ന് പറയുന്ന ഒരു ജോലിയിലേക്ക് കടന്നു വന്ന ആളായിരുന്നു. കാരണം കുട്ടികളെ പ്രചോദിപ്പിക്കുന്നതിനൊപ്പം സ്വയം പഠിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ ആ ജോലി ഏറ്റെടുക്കുകയായിരുന്നു. തുടർന്ന് ആളുടെ കഴിവ് മനസ്സിലാക്കിയ നമ്മൾ അങ്ങനെ നിൽക്കേണ്ട ഒരാളല്ല, ആൾ ക്ലാസ്സുകൾ എടുക്കട്ടെ, അതിനുള്ള കപ്പാസിറ്റിയുള്ള ആളാണ്, കലിബറുള്ള ആളാണ് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അക്കാദമിക് ടീമിലേക്ക് നമ്മൾ പ്രൊമോഷൻ നൽകുകയായിരുന്നു. അങ്ങനെ ഇന്ന് നിലവിൽ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന കീർത്തിയാണ് ഈ വിജയകഥയുമായിട്ട് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒത്തിരി വിജയങ്ങൾ ആൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ 2 5ാം റാങ്കുകൾ ആൾ നേടിക്കഴിഞ്ഞു. വിൻസെൻ്ററിൻ്റെ ഒരു മുഖം കൂടിയായിരുന്നു കീർത്തി എന്ന് പറയാം. കാരണം നമ്മുടെ ലൈവ് ഇവൻറ്റുകൾ, പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രാത്രിയിൽ നടത്തുന്ന ബ്രെയിൻ ബ്ലിറ്റ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം, മുമ്പ് സ്റ്റഡി വാർ എന്ന പേരിൽ നമ്മൾ ചെയ്തു വന്നിരുന്ന ആ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ന് കീർത്തിയാണ്. ഒരുപാട് പ്രയോജനം ആ പ്രോഗ്രാമിലൂടെ തന്നെ കീർത്തിക്ക് ഈ PSC പഠനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. തീർച്ചയായും അതിലൊക്കെ വളരെ സന്തോഷം. ഏതായാലും ഇന്ന് കീർത്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ നേട്ടങ്ങൾക്ക് ഉടമയായത് എന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആ മറുപടികളിൽ നമ്മൾ അത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ഒരു പ്രചോദനമായിട്ട് മാറും കീർത്തിയുടെ കഥ. ആ വിജയകഥകൾ എന്താണെന്ന് നമുക്ക് കീർത്തിയോട് തന്നെ ചോദിച്ചറിയാം. കീർത്തി, നമുക്ക് തുടങ്ങിയാലോ? കീർത്തി പഠിച്ചതൊക്കെ എന്തായിരുന്നു, എവിടെയായിരുന്നു എന്നൊക്കെ ഒന്ന് ചുരുക്കി പറയാമോ? SSLCക്ക് ശേഷം? അതിനുശേഷം +2 ഞാൻ ചെയ്തത് NSS സ്കൂളിന്റെ ഞങ്ങളുടെ അവിടെ തന്നെ മുണ്ടത്തിക്കോട്. വീട് അത്താണിയാണ്, തൃശ്ശൂർ ജില്ലയിലെ അത്താണിയിലാണ് വീട് വരുന്നത്. മെഡിക്കൽ കോളേജിന്റെ അടുത്താണ്. അപ്പൊ അതിനടുത്തുള്ള സ്കൂൾ തന്നെയാണ് +2. അതിനുശേഷം പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്തത് GC തൃശ്ശൂർ തന്നെയായിരുന്നു. എൻട്രൻസ് ഒക്കെ എഴുതി കിട്ടിയതാണ്. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ PSC നോക്കാൻ വേണ്ടിട്ട്. സിവിൽ എടുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? എനിക്ക് മെഡിസിൻ ആയിരുന്നു ഞാൻ നോക്കിയിരുന്നത്, പക്ഷെ അതിന് എന്തോ കിട്ടിയില്ല. ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടും അതിലേക്ക് എത്താൻ പറ്റിയില്ല. അപ്പൊ പിന്നെ അതെ, അങ്ങനെ ഒരുപാട് ഇഷ്ടത്തോടെ എടുത്തതൊന്നുമല്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ BTech ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ സിവിലിനോട് ഒരു ഭയങ്കര ഒരു ഇഷ്ടം. അതുകൊണ്ടല്ല, നമ്മൾ ആ സബ്ജക്ട്സ് കുറച്ചും കൂടി കൂടുതൽ ഡെപ്തിലേക്ക് മനസ്സിലാക്കിയപ്പോ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. പഠിക്കുന്നത് കൂടുതൽ ഡെപ്തിൽ പഠിക്കാറുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇപ്പൊ ഈ PSCയുടെ ഒരു അതിന് വേണ്ടി നമ്മൾ നന്നായി കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം. അപ്പൊ നല്ല ഡെപ്തിൽ തന്നെ ഓരോ സബ്ജക്റ്റുകളിലേക്ക് ഇറങ്ങി ചെല്ലാറുണ്ട്. ഓക്കെ, തുടർന്ന് പറഞ്ഞോളൂ. എഞ്ചിനീയറിംഗിന് ശേഷം BTechന് ശേഷം? BTechന് ശേഷം പിന്നെ ഞാൻ ഇവിടെ കുറച്ചു കാലം ഒരു ഗ്യാപ്പ് എടുത്തു. പിന്നെ ഞാൻ PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ആ സമയത്ത് ആലോചനയിൽ ഉണ്ടായിരുന്നില്ല? ഇല്ല, M.Tech ഞാൻ എന്തോ എനിക്ക് BTech കഴിഞ്ഞപ്പോഴന്നെ എന്തോ സിവിലിനോട് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ട് എടുത്തതല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് അങ്ങോട്ട് പഠിക്കണം എന്ന് തോന്നിയില്ല ആ ഒരു നേരത്ത്. അതെ, ഞാൻ എന്നിട്ട് അതിന്റെ തമാശ എന്താന്ന് വെച്ചാൽ ജനറൽ PSC കുറച്ചു കാലം ജസ്റ്റ് ഒന്ന് നോക്കി. പക്ഷെ ആ ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഉറക്കം തൂങ്ങിയത് ഞാനാണെന്ന് പറയാം. ഒട്ടും നമ്മള് പഠിക്കുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സയൻസും മാത്സും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാള് അവിടെ എത്തിയിട്ട് ആ ഒരു സബ്ജക്ട്സിനെ ഒരിക്കലും ഇതായിട്ട് പറയല്ല. എനിക്കത് ഒരിക്കലും മനസ്സിൽ ആക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അപ്പൊ 10ാം ക്ലാസ്സിൽ വിട്ടുപോയത് കാരണം പിന്നെ അതിലേക്ക് എനിക്ക് അങ്ങനെ കേന്ദ്രീകരിച്ച് പഠിക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഞാൻ എന്നിട്ട് ഇവിടെ വിൻസെന്ററിൽ ജോയിൻ ചെയ്തു. ഏകദേശം ഒരു 2019 കാലഘട്ടത്തിലാണ് ജോയിൻ ചെയ്തത്. എത്ര വർഷം ഇതിനു വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട്?
തയ്യാറെടുക്കാന്ന് വെച്ചാൽ ഈ എല്ലാവരും പറയുന്നത് പോലെ തന്നെയാണ്. ആദ്യത്തെ കുറച്ച് കാലങ്ങള് ഈ പറയുന്ന പോലെ നന്നായിട്ട് ഉഴപ്പിയിട്ടുണ്ട്. കാര്യമായിട്ട് പഠിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു 2020-2021 കാലഘട്ടത്തില് കൊറോണയ്ക്കൊക്കെ ശേഷം ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ബ്രേക്ക് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഈ ഒരു കൊറോണയ്ക്കൊക്കെ ശേഷം ഒരു 2021 ആ ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്കൊരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തോ നന്നായി പഠിക്കണം തോന്നി. അങ്ങനെ ഒരു 6 months മുന്നേ തന്നെ ആ ഒരു എക്സാമിനായിട്ട് എനിക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പിന്നെ വിൻസെന്ററിന്റെ ക്ലാസ്സസും അവൈലബിൾ ആയിരുന്നു. അപ്പൊ അങ്ങനെ കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് തന്നെ പഠിച്ചു തുടങ്ങി. പിന്നെ ഒരു 6 to 7 months കറക്റ്റ് ആയിട്ട് ഡെപ്തിൽ തന്നെ കാര്യങ്ങൾ പഠിച്ചു. അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലൊരു 90യുടെ അടുത്തൊക്കെ വേക്കൻസീസ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് 186 റാങ്ക് ആയിരുന്നു വന്നിരുന്നത്. അല്ല, അതിന് മുന്നേയും ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ 800, 1000 ആ ഒരു റേഞ്ച് ഒക്കെ ആയിരുന്നു. പിന്നെ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എനിക്ക് അത് കിട്ടിയില്ലെങ്കിൽ കൂടി ഈ ഒരു റാങ്ക് ഒരു 186 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് കൂടി. അപ്പൊ അതിന്ന് തൊട്ടിട്ടാണ് പിന്നെ ഇത് എന്റെ മേഖലയാണ്, കുറച്ചും കൂടി ഒന്ന് ശ്രമിച്ചാൽ എനിക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നത്. അപ്പൊ അങ്ങനെയാണ് പിന്നെയാണ് ഞാൻ ആ ഒരു എക്സാം കഴിഞ്ഞപ്പോഴാണ് ജസ്റ്റ് അഞ്ജു മിസ് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെയുള്ള. അപ്പോൾ ആള് ജസ്റ്റ് ഒന്ന് വിളിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ വിൻസെന്ററിൽ സ്റ്റുഡന്റ് കൗൺസിലറിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്, കീർത്തിക്ക് പഠിക്കുകയും ചെയ്യാം അങ്ങനെയുള്ള ഒരു രീതിയിൽ വന്ന് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ആ നേരത്ത് പഠിപ്പാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിന്റെ ഒപ്പം തന്നെ പഠിക്കലും ഒരു ഏർണിങ്സും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ അങ്ങനെ ജോയിൻ ചെയ്തതാണ്. പിന്നെ എക്സാമുകൾ വന്നപ്പോൾ കുറച്ചു കാലത്തേക്ക് അങ്ങനെ വേണ്ടി വന്നു. ഏകദേശം ഒരു 4 മാസത്തോളം ഞാൻ നന്നായി പഠിച്ചു. അപ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും വേണ്ട അല്ലേ? ഇല്ല, അത് നമ്മൾ അത്രയും ഒരു ആഗ്രഹത്തോടെ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പറേഷൻസ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും കിട്ടും എന്നുള്ളതാണ്. കുറച്ച് സമയം എടുക്കും എന്നുള്ളത് തന്നെയാണ്, പെട്ടെന്ന് കിട്ടുന്ന കാര്യമൊന്നുമല്ല. കുറച്ച് നല്ലതുപോലെ കുറച്ച് സമയം എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് എക്സാം വേണമെങ്കിലും ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടു അല്ലെ? ആ സമയത്ത് ചിലപ്പോൾ പക്ഷേ ആ ചിന്ത ഉണ്ടായിട്ടുണ്ടാവില്ല. അത് എനിക്കും അതെ, സെൽഫായിട്ട് കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്ത്. വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് ആരായിരുന്നു? അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് നല്ല താല്പര്യമായിരുന്നു. അമ്മ എപ്പോഴും പറയും ഒന്നുകൂടെ നോക്ക്, ജസ്റ്റ് ഒന്ന് പിന്നോട്ട് പോകുമ്പോഴും ആയാലും ശരി അമ്മയുടെ ഭാഗത്ത് ട്രൈ ചെയ്യുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. തീർച്ചയായിട്ടും അതിലിപ്പോ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇപ്പോ ഏതിലാണ് ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ളത്? ഏത് എക്സാമുകളിലൊക്കെയാണ് വന്നിരുന്നത്? ഇപ്പോ ആദ്യത്തെ ലിസ്റ്റുകൾ കുറെ കഴിഞ്ഞിട്ട് പിന്നെ PCBAക്ക് ശേഷം വന്നിട്ടുള്ളത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഏറ്റവും നല്ല പോസ്റ്റ് ആയിട്ടുള്ള ഒരു 8 എക്സാമുകൾ നമുക്ക് ഒരുമിച്ച് നടന്നു. ജൂൺ 5 ആ എക്സാം നടന്ന എക്സാം. അപ്പൊ അതില് ഇപ്പൊ റാങ്ക് ലിസ്റ്റുകൾ എല്ലാത്തിന്റെയും പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാത്തിലും മെയിൻ ലിസ്റ്റിലുണ്ട്. അപ്പൊ ഇനി അതിന്റെ ഓരോരോ റാങ്ക് ലിസ്റ്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോ 3 എണ്ണം വന്നാൽ 2 എണ്ണമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഞാൻ അറ്റൻഡ് ചെയ്തത് 8 എണ്ണത്തിൽ 7 എണ്ണം ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ 2 എണ്ണം ഇപ്പൊ ഓൾറെഡി വന്നിട്ടുണ്ട്. 2ലും 5 റാങ്കാണ്. ഓക്കെ, എത്ര മാർക്ക് ഉണ്ടായിരുന്നു? കട്ട് ഓഫ് മാർക്ക്? കട്ട് ഓഫ് മാർക്ക് ഓരോന്നിനും ഡിഫറൻസ് ഉണ്ടായിരുന്നു. എനിക്ക് വന്നിട്ടുള്ള മാർക്ക് 77.33 ആണ്. 77.33 ആണ് മാർക്ക് കീർത്തിക്ക് ലഭിച്ചിട്ടുള്ളത്. ഓരോന്നിനെയും കട്ട് ഓഫ് മാർക്ക് വ്യത്യസ്തമായിരിക്കും, ഓരോ റാങ്ക്സിനും വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും ഇനി അപ്പൊ ബാക്കിയുള്ള ഇനി ഒരു 5 എണ്ണം കൂടി കിടക്കുന്നുണ്ട്. അപ്പൊ അതിലും ഈ റാങ്കുകളൊക്കെ തന്നെ ഉണ്ടാവും അല്ലെ? ഒരു 5 വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർക്ക് ഒരു ഇന്റർവ്യൂ കൂടെ ഉണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുള്ളൂ. അപ്പൊ എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഒരു പിടിക്ക് 5-6 പക്ഷി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ PSC എക്സാം ഈ കോമൺ ആയിട്ട് നടത്തുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് അല്ലെ? ഞാൻ ഡയറക്റ്റ് ആയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇന്നിപ്പോ നമ്മളിപ്പോ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ഈ ഡേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയില്ല, ടെക്നിക്കൽ ഇഷ്യൂ ആണ് എന്നൊക്കെ പറയുന്ന വിവാദങ്ങളിൽ ഇന്നത്തെ പത്രമൊക്കെ വായിച്ചാൽ, ഇന്നലെയൊക്കെ പത്രം വായിച്ചാൽ പ്രധാനപ്പെട്ട വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടാണ്. സർക്കാർ ജോലിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആകർഷണീയത ഉണ്ടായിരുന്നത് ആ ജോബിന് ഒരു സെക്യൂരിറ്റി ഉണ്ട്, കൃത്യമായിട്ട് എല്ലാ മാസവും 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതിക്കുള്ളിൽ സാലറി കിട്ടും, പെൻഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നതായിരുന്നു. ഇപ്പൊ പെൻഷൻ കുറച്ചു കാലം മുമ്പ് തന്നെ കോൺട്രിബ്യൂട്ടറി പെൻഷനായ അതിൽ പല ആശങ്കകളും പലർക്കും ഉണ്ട്. ഇപ്പോ ശമ്പളവും മുടങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ സർക്കാരിന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ സർക്കാർ ജോലിയുടെ അട്രാക്ഷൻ കുറയ്ക്കുന്നുണ്ടോ എന്ന് കാര്യമായിട്ടുള്ള ചർച്ച നടക്കുന്ന ഒരു സമയമാണിത്.
പ്രത്യേകിച്ചും നമ്മുടെ യുവതലമുറയൊക്കെ വിദേശങ്ങളിലേക്ക് ജോലി നോക്കി പോകുന്ന കാലഘട്ടമാണ്, യൂറോപ്പിൽ കാനഡയിൽ ഒക്കെ പോകുന്ന. അപ്പൊ ഇവിടെ എടുത്തു പറയത്തക്കതായിട്ടുണ്ടായിരുന്ന ഒരേ ഒരു കാര്യമാണ് സർക്കാർ ജോലി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കീർത്തിക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഈ കാണുന്ന ഈ വാദങ്ങളൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതൊരു ആശങ്കയായിട്ട്, ഈ ജോലി കിട്ടാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ അതൊരു ആശങ്കയായിട്ട് മാറുന്നുണ്ടോ? കൃത്യസമയത്ത് ശമ്പളം കിട്ടാതെ വരുമോ? ഇനി അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം തരുമോ? അങ്ങനെയുള്ള ആശങ്കകൾ വല്ലതും അങ്ങനെ വല്ലതും മനസ്സിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് എനിക്ക് അറിവില്ലാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. അങ്ങനെ ഒരു ആശങ്കയോ കാര്യങ്ങളോ ഒന്നും മനസ്സിൽ വന്നിട്ടില്ല. പൊതുവെ മനസ്സിലുള്ളത് സർക്കാർ ജോലി സേഫ് ആണ്, ബെറ്റർ ആണ്, രക്ഷപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ. എനിക്ക് അതിലും കൂടുതൽ ഒരു ഹാർഡ് വർക്ക് ചെയ്തതിന് എനിക്ക് റിസൾട്ട് കിട്ടിയ സന്തോഷം അതിൽ നിന്ന് മാറിയിട്ടില്ല. അടുത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അത് എത്തിയാൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാനായിട്ട് കഴിയുള്ളൂ. ഇനിയിപ്പോ എത്രത്തോളം റിസൾട്ടുകൾ വരാനുണ്ട് വേറെ എക്സാമുകളൊക്കെ എഴുതിയാൽ? ഇനി ഞാൻ പിന്നെ ഇന്ന് ഒരു പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നിട്ടുണ്ട്, PWD ഇറിഗേഷൻ ഗ്രേഡ് 3 അപ്പൊ അതിൽ മെയിൻ ലിസ്റ്റിലുണ്ട്. അത് ഒത്തിരി വലിയൊരു ലിസ്റ്റാണ്, 800-ലധികം ആളുകളെ ഒരുപാട് സ്റ്റുഡൻസ് അതിനകത്തുള്ളതായിട്ട് അറിയിച്ചിരുന്നു. പിന്നെ KSEB സബ് എഞ്ചിനീയർ പോസ്റ്റ്, അതിനൊപ്പം തന്നെയാണ് KWA ഫസ്റ്റ് ഗ്രേഡ് വന്നത്. അപ്പൊ അതിലൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പിന്നെ എഴുതിയതിൽ പെടാത്തതൊന്നുമില്ല, ഇതൊക്കെ എല്ലാറ്റിലും വന്നു പോകുന്നുണ്ട്. പിന്നെ PWD തന്നെ ഇറിഗേഷന്റെ എയുടെ ലിസ്റ്റില് അത് പക്ഷെ സപ്ലിമെന്ററി ആയി പോയി, അത് മെയിനിലേക്ക് എത്തിയിട്ടില്ല. അത് വളരെ കുഞ്ഞൊരു ലിസ്റ്റ് ആയി പോയി. ഇനിയിപ്പോ PWD സെക്കൻഡ് ഗ്രേഡ് വിളിച്ചിട്ടുണ്ടല്ലോ. PWD സെക്കൻഡ് ഗ്രേഡ് ഇപ്പൊ April 3 ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അത് ഒരുപാട് വേക്കൻസി പ്രതീക്ഷിക്കപ്പെടുന്നത് തന്നെയാണല്ലോ PWD ഇറിഗേഷനിലെ സെക്കൻഡ് ഗ്രേഡ്. പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെയാണ് അത് വന്നത്. അത് അയക്കുന്നില്ലേ? അത് അയച്ചിട്ടില്ല, അയക്കണം. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകം പഠിക്കുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ ക്ലാസിന്റെ പ്രിപ്പറേഷൻസിനോട് കൂടിയിട്ടുള്ള ഒരു ഇതല്ലാതെ അതിനുവേണ്ടി, കാരണം ഇത്രയും കുറെയൊക്കെ കിട്ടിയത് കൊണ്ട് ഇനിയിപ്പോ അതിനുവേണ്ടി ഇരിക്കണമെന്നില്ല. ഒരു A ലെവലിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം പതിയെ തുടങ്ങണം അല്ലെ, ജോലി കിട്ടിയതിനു ശേഷം. ഏതായാലും ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് PWD സെക്കൻഡ് ഗ്രേഡ് എന്ന് തോന്നുന്നു. ധാരാളം പേര് പഠിക്കാൻ തയ്യാറായിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അത് വലിയൊരു പ്രത്യാശയാണ്, ഇതുവരെ റാങ്ക് ലിസ്റ്റിൽ വരാത്തവരെ സംബന്ധിച്ച്. ഇപ്പോഴും ഒരുപാട് പേര് ഈ PWD സെക്കൻഡ് ഗ്രേഡ് ഉൾപ്പെടെ ഇനി വരാൻ ഒട്ടനവധി എക്സാമുകളുണ്ട്. അതിനൊക്കെ വേണ്ടി വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ആളുകൾ, പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ, ഇനി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒത്തിരിയേറെ ആളുകളുണ്ട്. പൊതുവെ ഈ ഫീൽഡിൽ നിലനിന്നിരുന്ന ഇപ്പൊ റിസൾട്ട് ആയി എന്നുള്ള അർത്ഥത്തിൽ കീർത്തിക്ക് അവരോട് പൊതുവെ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഓക്കെ, അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു തവണയെങ്കിലും അത് കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മൊത്തത്തിൽ ആ ഒരു സിലബസ് ആയാലും ഏത് എക്സാം അതെ, ഏത് എക്സാം ആണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിനോട് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു സിലബസ് നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കുറച്ചു കാലം, ഇപ്പോൾ ഒരു എക്സാം നോക്കുമ്പോൾ സിലബസ് ഒക്കെ വരാൻ കുറച്ച് നേരം എടുക്കുമെങ്കിലും നമുക്ക് മുന്നത്തെ ഒരു ഇത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എയ്ക്കൊക്കെ ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും അത്രയും ഡെപ്തിൽ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓരോ എക്സാമിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രിപ്പറേഷൻസും വ്യത്യസ്തമാണല്ലോ. പ്രോബ്ലംസ് ഒക്കെ നല്ലപോലെ ചെയ്ത് തന്നെ പഠിക്കണം. ഹൈ ലെവലിൽ തന്നെ നമ്മൾ പഠിച്ചു പോകണം. ഇപ്പൊ എന്റെ ഏറ്റവും വലിയൊരു പ്രിപ്പറേഷൻസിൽ ഏറ്റവും ഒന്നാമതായിട്ട് എനിക്ക് പറയാൻ പറ്റുക, നമ്മുടെ വിൻസെന്ററിന്റെ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സ്റ്റഡി വർ. ഇപ്പൊ ബ്രെയിൻ ബ്ലിറ്റ്സ് നേതൃത്വം കൊടുക്കുന്നത് അല്ല, അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന എല്ലാവർക്കും കീർത്തിനെ അറിയാനുള്ള ഒരു സാധ്യതയുണ്ട്. ബ്രെയിൻ ബ്ലിറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ഡെയിലി നടത്തുന്ന പ്രോഗ്രാം വൈകിട്ട് ഈവനിങ് ടൈമിൽ യൂട്യൂബിലൂടെയും അതിപ്പോ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതില് ഏറ്റവും പ്രധാനമായിട്ട് അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തി കീർത്തി തന്നെയാണ്. അത് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് ഒരുപാട്. അത് അന്ന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരാള് സിദ്ധാർത്ഥ് സാറാണ്. സിദ്ധാർത്ഥ് സാറ് പണ്ട് നമ്മുടെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് കൈകാര്യം ചെയ്തിരുന്ന സിദ്ധാർത്ഥ് സാർ ആള് ജോലി കിട്ടി പോയി ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ആളൊക്കെ അന്ന് ഞാൻ സ്റ്റുഡന്റ് കൗൺസിലർ ആയിരുന്നല്ലോ. അപ്പൊ സാറൊക്കെ എന്നോട് എപ്പോഴും പറയും, കീർത്തിയുടെ ഒരു കാലിബർ വെച്ചിട്ട് നീ പഠിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക, ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത് വഴി ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അതിനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും എന്താ പറയാ ഒന്ന് ലീഡ് ചെയ്തിരുന്ന ആളാണ് സിദ്ധാർത്ഥ്. പ്രോബ്ലംസ് അതേ പ്രോബ്ലം വരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ നമ്മൾ ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പര്യാപ്തരായി മാറുമ്പോൾ ആ തിയറിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ നല്ലതുപോലെ നമ്മുടെ മനസ്സിലേക്ക് തങ്ങി നിൽക്കാനായിട്ട് തീർച്ചയായിട്ടും അത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. സ്റ്റഡി വാർ, മുമ്പ് സ്റ്റഡി വാർ എന്നുള്ള പേരിലും ഇപ്പൊ ബ്രെയിൻ ബ്ലിറ്റ്സ് എന്ന പേരിലും അവതരിപ്പിച്ചിരുന്ന ആ പ്രോഗ്രാമുകൾ, നമ്മുടെ ലൈവ് ഇവന്റുകൾ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം അത് ടൈം ടേബിൾ ബേസ്ഡ് ആയിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് ഒരേ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഈ ജോലി ചെയ്യുമ്പോൾ ബാക്കിയുള്ള സമയം കിട്ടുമല്ലോ. അപ്പൊ എന്തായാലും ഞാൻ
ആ സംഭവം പ്രിപ്പയർ ചെയ്തിട്ട് കിടന്നുറങ്ങുള്ളൂ. എന്നിട്ട് ഈ സാധനം അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 5-10 റാങ്കിന്റെ ഉള്ളിൽ പെടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം അതൊരു മത്സരമാണ്. ആ മത്സരത്തിനകത്ത് ആദ്യ റാങ്കുകളിൽ വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ ഒരുപാട് നല്ല രീതിയിൽ തയ്യാറെടുക്കുന്ന ആളുകൾ തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ അതിനകത്ത് ആദ്യത്തെ 5 റാങ്കുകൾക്കുള്ളിലൊക്കെ വരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അല്ലെ. അപ്പൊ അത് എന്ത് തന്നെയാലും ഡെയിലി തന്നെ പഠിച്ചു പോകാറുണ്ട്. അപ്പൊ നമ്മുടെ ഇനിയുള്ള കുട്ടികളോടും പറയാനുള്ളത് അത് തന്നെയാണ് അല്ലെ. കൃത്യമായ ലക്ഷ്യം വെച്ച് നിശ്ചിത സിലബസ് വെച്ച് ഡെയിലി പഠിച്ചു. അല്ലെങ്കിൽ നമുക്കും ഏതെങ്കിലും ഒരു ഇപ്പൊ ഞാൻ എന്റെ ഒരു ഇത് പറഞ്ഞതിനനുസരിച്ച് വേറൊരാൾക്ക് വേറൊരു രീതിയിലാണ് ടൈം ടേബിൾ ഇട്ട് പഠിക്കാൻ തോന്നിയെങ്കിൽ ആ രീതിയിൽ പഠിക്കാം. എന്തായാലും നമുക്കൊരു ബോധം ഉണ്ടാവണം എത്ര പഠിക്കണം ഓരോ ദിവസം എന്നുള്ളൊരു കാര്യം. പൊതുവെ ഈ PSCക്ക് വേണ്ടി തയ്യാറാവുന്നവർക്കൊക്കെ നെഗറ്റീവ് ചിന്താഗതികൾ ധാരാളം ഉണ്ടാവാറുണ്ട്. സുഹൃത്തുക്കള്, ബന്ധുക്കള്, മറ്റുള്ളവരൊക്കെ പറയാറുണ്ട് ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, ഇതിന്റെ പുറകെ നടന്നിട്ട് വെറുതെ സമയം കളയേണ്ടതായിട്ടുണ്ടോ, ഇതൊക്കെ കിട്ടുന്ന കാര്യമാണോ, അതൊക്കെ നടക്കുന്ന കാര്യമാണോ, നിയമനങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടോ, അങ്ങനെ എപ്പോൾ നോക്കിയാലും എവിടെ നോക്കിയാലും ആളുകൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് കേട്ടിട്ടുള്ളത്. കീർത്തി അതൊക്കെ ബാധിച്ചിട്ടുണ്ടോ? അതൊക്കെ കേട്ടിട്ടുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്, എവിടെ നിന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ എങ്ങനെ ബാധിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ കുറച്ചു കാലം മുന്നേ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന തുടക്കത്തിലൊക്കെ അല്ലേ? അതെ, തുടക്കത്തിലൊക്കെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് പലരുടെ ഭാഗത്തുനിന്നും നമ്മളിത് കേൾക്കുകയാണല്ലോ. പിന്നെ കുറച്ച് നാളുകളായിട്ട് പ്രിപ്പറേഷൻസ് വരുമ്പോ അങ്ങനെ ഉള്ളത് കേൾക്കാം. പക്ഷെ എനിക്ക് ഏറ്റവും ഒരു ഗുണം എന്ന് പറയുന്നത് അമ്മ, അതേപോലെ അങ്കിൾ ഉണ്ട്, മാമയുടെ ബ്രദർ ആയിട്ടുള്ള ഒരാള്, അതേപോലെ സിദ്ധാർത്ഥ് സാറും രാഹുൽ സാറും പോലെയുള്ള ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്നും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഷംനാംസ് പറഞ്ഞില്ല, ഷംനാംസ് ഒക്കെ എപ്പോഴും ജോലിയും മാറ്റി വെച്ചാലും കൂടി പഠിക്കണം എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അത്തരം ആൾക്കാരുടെ കൂടെ നിന്നുകൊണ്ടായോന്ന് അറിയില്ല, എപ്പോഴും ഒരു പോസിറ്റീവ് മെന്റാലിറ്റി ആണ് ഉണ്ടായിരുന്നത്. നെഗറ്റീവ് എനർജികൾ അധികം ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. പലരും തളർന്നു പോകുന്നത് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോഴാണ്. അപ്പൊ ഇനി നമുക്ക് നടക്കില്ലായിരിക്കുമോ എന്നുള്ള ചിന്താഗതികളൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. PSC വളരെ ഫാസ്റ്റ് ആണ് ഇപ്പോൾ കാര്യങ്ങൾ അല്ലെ. എക്സാം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്നു, നോട്ടിഫിക്കേഷൻ വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സാം വരുന്നു, എക്സാം വന്നാൽ തന്നെ റിസൾട്ട് അതിവേഗത്തിൽ വരുന്നു, ജോലി, അഡ്വൈസ്, എല്ലാ കാര്യങ്ങളും അതിവേഗത്തിലാണ് നടക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 2 വർഷം മുമ്പ് വരെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, വളരെ ഡിലേ ആയിരുന്നു. ഒരു വർഷം തന്നെ വേണം നോട്ടിഫിക്കേഷൻ വരാൻ. വന്നു കഴിഞ്ഞാൽ എക്സാമിന് ഒരു റിസൾട്ട് വരാൻ പിന്നെയും നിയമനങ്ങൾ നടക്കാൻ പിന്നെയും ഒരു 5-6 വർഷം അല്ലെങ്കിൽ 8 വർഷത്തേക്ക് ഒരു പ്രോസസ് ആയിരുന്നു. ഇപ്പൊ അതൊക്കെ 1 വർഷത്തിനുള്ളിൽ തന്നെ എല്ലാം നടക്കുന്ന അവസ്ഥയാണ്. തീർച്ചയായിട്ടും അതൊക്കെ പഠിക്കാനുള്ള ഒരു പ്രേരണ കൂട്ടിയിട്ടുണ്ടാവാനാണ് സാധ്യത അല്ലെ. പെട്ടെന്ന് റിസൾട്ട് കാത്തിരിക്കണ്ട. കാരണം റിസൾട്ട് ഒക്കെ വരുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലെ. അതിനകത്ത് നമ്മുടെ പേര് കാണുമ്പോൾ ഒക്കെ വലിയൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും PSCയുടെ ഈ നടപടികൾ പിന്തുണയ്ക്കുക തന്നെ വേണം. കാരണം അത്ര വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അത് എന്തായാലും നമ്മളത് PSCയെ പറഞ്ഞേ പറ്റൂ എന്നുള്ളതാണ്. പിന്നെ എക്സാമുകളൊക്കെ നിലവാരം കുറച്ചൊക്കെ കൂടിയിട്ടുണ്ട്. ചോദ്യങ്ങളുടെ നിലവാരങ്ങളും കാര്യങ്ങളൊക്കെ ഓരോ തവണയും കൂടി തന്നെയാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ഒരു ട്രെയിനിങ്ങോട് കൂടെ പഠിക്കേണ്ട ഒരു ആവശ്യകത തന്നെയാണ് അത് പറയുന്നത്. തനിച്ചിരുന്ന് പഠിക്കുന്നതിനേക്കാൾ നല്ലത് തന്നെയാണ് ശരിക്കും പറഞ്ഞൊരു ക്ലാസ്. അതിപ്പോ നമ്മൾ കാണുന്നത്, ഇപ്പൊ എനിക്ക് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ളത് പറയാൻ എന്റെ ഒരു ഇതെന്ന് പറയാൻ പറ്റുക ജൂൺ 15 എക്സാം തന്നെയായിരിക്കും. ഇപ്പൊ 5th റാങ്ക് കിട്ടിയെന്ന് പറയുന്നില്ല, അതിൽ നമുക്ക് ഒരിക്കലും ഒരു മുന്നത്തെ ചോദ്യ പേപ്പർ നോക്കി പോയ ഒരാൾക്കോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അതൊന്നും നടക്കുന്ന പേപ്പർ ആയിരുന്നില്ല. കുറച്ചൊക്കെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് ലെവൽസിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ആ രീതിയിൽ തന്നെ നമ്മൾ അത്രയും ഡെപ്തിൽ തന്നെ പഠിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന തസ്തികയാണ് ടീച്ചിങ്ങോ അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റില് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ഒരുപാട് ടീച്ചിങ്ങിലേക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ ഫാക്കൽറ്റി ആയിട്ട് താല്പര്യം വന്നിട്ടുണ്ട്. അപ്പൊ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആണ് ഇപ്പൊ ചൂസ് ചെയ്യുന്നത് ഈ എക്സാംസിൽ. അപ്പൊ അത് ഒരുപാട് ഇഷ്ടമുണ്ട്. പക്ഷെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഇത് നോക്കാം അല്ലെ, പ്രൊഫസർ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് നോക്കാൻ കഴിയും. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അതില് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പലരും പഠിക്കുന്നത് കാണാറില്ല. അനുഭവത്തിൽ വെച്ച് പറയാണ്, ഒരുപാട് ആളുകള് ജോലി കിട്ടിയ പിന്നെ അതിന്റെ തിരക്കില് പിന്നെ സേഫ് ആയല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ ഉയർന്ന പോസ്റ്റുകളിലേക്ക് മത്സരിക്കാനുള്ള ഒരു ക്ഷമത കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല ആളുകളും കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അവർക്ക് ജോലിയുണ്ട്, ഫാമിലി ഉണ്ട്. അതിൽ നിന്നുകൊണ്ട് ഇനി എക്സ്ട്രാ സമയം കണ്ടെത്തി ഇനി ബെറ്റർ ആയിട്ടുള്ള ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നില്ല. ഒരല്പം പുറകിലോട്ട് പോകുന്നത് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. കീർത്തിക്കാണ് സംഭവിക്കും. ഇനി ജോലിക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് അതൊരു തടസ്സമായിട്ട് മാറുമോ? ഇല്ല, പഠിക്കണം തന്നെയാണ് ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോലിയൊന്നും തടസ്സമൊന്നുമല്ല. അതിനിടയിൽ നിന്നിട്ടാണെന്നുണ്ടെങ്കിലും അത്
നേടിയെടുക്കുക തന്നെ ചെയ്യും അല്ലേ. നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നോ ഈ പഠിക്കുന്ന കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഫീൽഡിൽ ഉള്ള ആളുകൾ ഫ്രണ്ട്സ് ആയിട്ട്? ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്, ഒരുപാട് പേര് ഇപ്പോഴും കോൺടാക്റ്റുകൾ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. പരസ്പരം വിളിച്ച് എപ്പോഴും പ്രോത്സാഹിപ്പിക്കാറ്. അതെ അതെ അതെ, ഒരുപാട് പേര്. അതിപ്പോ അക്കാഡമിക്സിൽ നമ്മൾ പഠിച്ച ആൾക്കാർ അതല്ലാതെ എന്റെ കൂടെ പഠിച്ചിട്ടുള്ള ആൾക്കാരല്ല, GC ഒപ്പം പഠിച്ചിട്ടുള്ള ആൾക്കാരെക്കാളും കൂടുതൽ ഇങ്ങനെ ഈ ഫീൽഡിലേക്ക് ഒരുപാട് ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ഗുണം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ശരിക്കും ഒറ്റപ്പെട്ട് നിൽക്കുന്നതിനേക്കാൾ കുറച്ച് ആളുകളുമായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് പോകുന്നത് തന്നെയാണ് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ കീർത്തി ഇവിടെ വിൻസെന്ററിലുണ്ടായിരുന്നു. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചും ഓൺലൈൻ ഇവന്റുകളെ കുറിച്ചും അതുപോലെ തന്നെ ഡയറക്റ്റ് ക്ലാസ്സുകളെ കുറിച്ചും ഒക്കെ അത്യാവശ്യം ഐഡിയ ഉണ്ട്. എന്താണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ, അതിനെക്കുറിച്ച് എന്താണ് കീർത്തിക്ക് തോന്നിയിട്ടുള്ളത്? എന്താണ് ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ ഞാൻ എടുക്കുന്നുണ്ട്. രാവിലത്തെ ഇപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവല് LSDD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പർട്ടിക്കുലർ തസ്തികയ്ക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ക്ലാസ് ആണ്. അപ്പൊ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ കൊടുക്കുക എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് രാവിലെ ഒരു 5 മണി മുതൽ അപ്പൊ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ കുട്ടികളായാലും ശരി നല്ല രീതിയിലുള്ള താല്പര്യം കാണിക്കുന്നുണ്ട്. നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഓൺലൈൻ ക്ലാസ്സുകളിൽ. നല്ല ഡെപ്തിൽ തന്നെ നല്ല രീതിയിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സിനെ പലരും ഒറ്റനോട്ടത്തിൽ പറയാറുണ്ട് ഓൺലൈൻ ക്ലാസ്സിനേക്കാൾ നല്ലത് ട്രഡീഷണൽ ആയിട്ട് പഠിക്കുന്ന രീതിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല കീർത്തിക്ക്? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ തന്നെയാണ് കൂടുതൽ താല്പര്യം. കാരണം നമ്മുടെ സമയം വേസ്റ്റ് ആവുന്നില്ല, അല്ലെ? യാത്ര ചെയ്ത് സമയം കളയണ്ട. പിന്നെ നമുക്ക് ഇഷ്ടം ഇപ്പൊ എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്പീഡിൽ പഠിക്കുന്ന ആളാണ് ഞാൻ. ഈ സ്പീഡൊക്കെ കൂട്ടിയിടും. പിന്നെ നോട്ട്സ് എഴുതുന്ന ശീലമില്ല. കാരണം ആദ്യം ഉണ്ടായിരുന്നു, പിന്നെയുള്ള നോട്ട്സ് ഒക്കെ ഈ പറയുന്ന പോലെ ഇവരുടെ ഒക്കെ ക്ലാസ് കേട്ടിട്ട് ജിതാമിസിന്റെ ആയാലും രാഹുൽ സാറ് സിദ്ധാർത്ഥ് സാർ ഇവരുടെ ഒക്കെ ക്ലാസ്സസ് കേട്ടിട്ടുള്ള ഒരു പഠിപ്പായിരുന്നു. മെമ്മറിയിലേക്ക് കയറ്റി വെക്കുന്നതായി മാറ്റി. അതെ, പിന്നെ അങ്ങനെ മാറി. ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയുന്ന കാര്യമാണ്, വെറുതെ നോട്ട് എഴുതി സമയം കളയേണ്ട യാതൊരു കാര്യവും ഇല്ല. കാരണം നമ്മളെ മെമ്മറൈസ് ചെയ്യാണ് വേണ്ടത്, അല്ലാതെ വേറെ നോട്ട് എഴുതുന്നതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്നെപ്പോഴും പറയുന്നതാണ്. അപ്പൊ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഒക്കെ പഠിക്കുക, നേരെ അപ്ലൈ ചെയ്യുക. ഞാൻ കുറച്ചു കാലം ആയതുകൊണ്ടാണെന്ന് അറിയില്ല, നോട്ടിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിയിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് വർഷങ്ങളായിട്ട് ഇതിന്റെ പുറകെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിന് നല്ലൊരു റിസൾട്ട് ഇപ്പൊ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പൊ ആ കാര്യത്തിൽ വളരെ സന്തോഷമുള്ള ഒരാളാണ്. അപ്പൊ ഇനിയും ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ കീർത്തിക്കുണ്ട്. അതൊക്കെ നിഷ്പ്രയാസം സാധിച്ചെടുക്കാനായിട്ട് കഴിയട്ടെ. കീർത്തി ഏതായാലും നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട്, ജോലി കിട്ടുന്നത് വരെ നമ്മളോടൊപ്പം ഉണ്ട്. അധികകാലം നമ്മളോടൊപ്പം ഉണ്ടാവില്ല എന്നറിയാം, കാരണം എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് കയറും. തീർച്ചയായിട്ടും നമുക്കത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നത്, സർക്കാർ സർവീസിലേക്ക് കയറുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും കീർത്തിക്ക് എത്രയും പെട്ടെന്ന് ആഗ്രഹിച്ച ആ പദവികളൊക്കെ ലഭിക്കട്ടെ, നിഷ്പ്രയാസം എത്താനായിട്ട് കഴിയട്ടെ, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും കൂടെ കഴിയട്ടെ. കാരണം ഇതൊരു പ്രതീക്ഷയായിട്ട് ഇരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്കൊരു എന്നും ഒരു പ്രചോദനമാകാനായിട്ട് കീർത്തിക്ക് കഴിയട്ടെ. ഒരു പക്ഷേ ഈ വീഡിയോയിലൂടെ തന്നെ ഇത് കേൾക്കുന്ന കാണുന്ന ആളുകളിൽ ഒരുപാട് പേർക്ക് ആ ഒരു ചിന്ത കടന്നു വരും. കാരണം കീർത്തിയെ പോലെ ആഗ്രഹിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും അത് സാധിക്കും എന്നുള്ള ഒരു ചിന്ത ഒരുപാട് ആളുകളിൽ ഈ വീഡിയോയിലൂടെ തന്നെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തന്നെ വലിയൊരു പുണ്യപ്രവൃത്തിയാണ്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നന്നായി വരട്ടെ എന്ന എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ.